സ്ത്രീകളും വിശ്വാസങ്ങളും എന്നുള്ള വിഷയത്തെക്കുറിച്ച് സംസാരിക്കാൻ ചിലർ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. നമുക്ക് അവർക്ക് എന്താണ് പറയാനുള്ളതെന്ന് കേൾക്കാം. പരമോന്നത നീതിപീഠം നിശ്ചയിക്കുന്ന ഏത് തരത്തിലുള്ള നിയമവ്യവസ്ഥകളാണെങ്കിലും അതിനെ ബഹുമാനിച്ചുകൊണ്ട് തന്നെ എൻ്റെ വിശ്വാസങ്ങളെയും അടിയുറച്ച് നിന്ന് പോകാനാണ് എനിക്ക് താല്പര്യം. കേരളത്തിലെ സ്ത്രീകൾ, അതായത് എല്ലാ തരത്തിൽ ജാതിഭേദമന്യേ എല്ലാവരും കയറുന്നൊരു സ്ഥലമായിട്ട് തന്നെ ശബരിമല ഇപ്പം നിലനിൽക്കുന്നുണ്ട്. നിയമവ്യവസ്ഥ മാറ്റിമറിക്കണമെന്നോ നിയമം പറയുന്നത് തെറ്റാണെന്നോ അല്ല ഞാൻ പറയുന്നത്. നിയമവ്യവസ്ഥകൾ ദിനം പ്രതി മാറി വരേണ്ടതാണ്. വരും, പുരോഗമനവാദികൾ വന്നേക്കാം. പക്ഷേ ചില സിസ്റ്റംസ്, നമ്മുടെ വ്യക്തിപരമായ ചില വിശ്വാസങ്ങൾ നമ്മൾ മാറ്റിമറിക്കുക എന്ന് പറഞ്ഞാൽ സാധ്യമല്ല. എൻ്റെ കാര്യത്തിൽ എനിക്ക് പറയാനുള്ളത്, ഒരു കാരണവശാലും ശബരിമലയിൽ എൻ്റെ പ്രായം, ഞാൻ ഈ കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഞാൻ കണ്ടു വളരുന്ന ഈ സിസ്റ്റത്തിൽ നിന്ന് മാറി പെട്ടെന്ന് എനിക്ക് കയറാൻ അനുവാദം കിട്ടിയാലും ഞാൻ കയറില്ല എന്ന് തന്നെയാണ്. ശബരിമല ക്ഷേത്രത്തിലുള്ള സ്ത്രീ പ്രവേശനം വിശ്വാസങ്ങൾ എത്രത്തോളം അതിന് ഒരു തടസ്സം സൃഷ്ടിക്കുന്നു എന്നോ, വിശ്വാസങ്ങൾക്ക് കാലാനുസൃതമായ മാറ്റം വരേണ്ടതുണ്ടോ എന്നുള്ള ചർച്ചയായിരുന്നു നമ്മൾ സംസാരിച്ചു കൊണ്ടിരുന്നത്. ഈ വിഷയത്തിൽ ദേവിക മാഡത്തിന് കൂടുതൽ എന്താണ് പറയാനുള്ളത്? അവിശ്വാസികളിലോ ആയിട്ടുള്ളവർ ഇതിൽ ഇടപെടരുതെന്ന് പറയുന്നത് അസംബന്ധമാണ്. കാരണം ഇതിൽ സവിശേഷമായി നൈഷ്ഠിക ബ്രഹ്മചര്യം സംബന്ധിച്ച വാദമുണ്ടല്ലോ. യൗവനയുക്തിയായ സ്ത്രീയുടെ ശരീരം കണ്ടാൽ നൈഷ്ഠിക ബ്രഹ്മചാരിയുടെ മനസ്സിളകി പോകും എന്നുള്ള ആ ഒരു വാദം, ഈ വാദമാണ് ലോകമെമ്പാടും ഈ സ്ത്രീകൾക്കെതിരെ നടന്നിരിക്കുന്ന ലൈംഗിക പീഡനത്തെ ന്യായീകരിക്കാൻ ജാതി മത ദേശഭേദമന്യേ പ്രയോഗിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ആ വാദത്തെ ലോകത്തെവിടെയും എതിർത്തിട്ടുള്ളവർക്ക് ഇതിനെയും എതിർക്കാനുള്ള ബാധ്യതയുണ്ട്. ഇപ്പോൾ സെർബിയയിലായാലും ബോസ്നിയയിലായാലും ആഫ്രിക്കയിലായാലും നടന്ന മാസ് റേപ്പുകളുണ്ടല്ലോ യുദ്ധം കഴിഞ്ഞ്, അതൊക്കെ അങ്ങനെയുള്ളവരെ കൊണ്ടുവന്ന് ഈ UN കോടതിയിൽ നിർത്തി വിസ്തരിക്കുമ്പം അവരൊക്കെ പറയുന്ന കാര്യം ഇതാണ്: ചെറുപ്പക്കാരികളായ പെണ്ണുങ്ങൾ അവരെ കണ്ടു കഴിഞ്ഞാൽ ആണുങ്ങൾക്ക് കൺട്രോൾ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ആ ന്യായം ഉപയോഗിച്ച് തന്നെയാണ് ഈ ബലാത്സംഗികൾ അവരുടെ പ്രവൃത്തിയെ ന്യായീകരിക്കുന്നത്. ഓർമ്മയുണ്ടല്ലോ, നിർഭയയുടെ കൊലപാതകി ആ ഇൻ്റർവ്യൂവിൽ, വളരെ കുപ്രസിദ്ധമായ ഇൻ്റർവ്യൂവിൽ അയാൾ എന്താ പറഞ്ഞത്? ഈ ചെറുപ്പക്കാരിയായ പെണ്ണിങ്ങനെ വഴിയിലൊക്കെ നടന്നാൽ ചിലപ്പം ഞങ്ങൾക്കൊക്കെ തോന്നിയെന്നിരിക്കും. അപ്പം അതേ വാദം അയ്യപ്പസ്വാമിയുടെ പുറത്ത് ആരോപിച്ച്, നേരിട്ടല്ലെങ്കിലും എന്താ പറയുക, പരോക്ഷമായിട്ട് ആരോപിക്കുക എന്നുള്ള മഹാപാപം, അതിൻ്റെ പുറത്ത് ഈ പോകുന്ന ആണുങ്ങളിൽ മുഴുവൻ അത് ആരോപിക്കുക എന്നുള്ളത് അതുകൊണ്ട് വിശ്വാസിയായാലും അവിശ്വാസിയായാലും ഇതിനെ എതിർത്ത് പോകുന്നു എന്നുള്ളതാണ് സത്യം. അഞ്ജന മാഡം, ഈ വിഷയത്തെക്കുറിച്ച് കൂടുതൽ എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? അല്ല, ഈ വിഷയത്തിൽ ഞാൻ സൂചിപ്പിച്ചത്, നേരത്തെ ഞാൻ പറഞ്ഞു ജുഡീഷ്യൽ സുപ്രീമസി അല്ല ഇവിടെ ഉള്ളതെന്ന് പറഞ്ഞു. ഇപ്പോൾ ലക്ഷക്കണക്കിന് വരുന്ന ആൾക്കാരുടെ വിശ്വാസത്തിനെ കണക്കിലെടുത്തുകൊണ്ട് ഇവിടുത്തെ സർക്കാർ ചെയ്യേണ്ടിയിരുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു. കാരണം നമുക്കറിയാം, വിധി വന്ന തൊട്ടടുത്ത ദിവസം തന്നെ ധൃതി പിടിച്ച് ആ വിധി നടപ്പിലാക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികളുമായിട്ടാണ് സർക്കാർ ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ ഇവിടെ എത്രയോ വിധികൾ സുപ്രീം കോടതിയുടേതായിട്ട് വന്നു. ആ വിധികളെയൊക്കെ മറികടക്കാൻ വേണ്ടിയിട്ടുള്ള പല നടപടികളും നമ്മുടെ ഗവൺമെൻറ് ചെയ്തിട്ടുണ്ട്. കരുണ മെഡിക്കൽ കോളേജിൻ്റെ കാര്യം എടുത്താൽ, അനധികൃതമായിട്ട് പ്രവേശനം ലഭിച്ച കുട്ടികളുടെ കാര്യത്തിൽ അതിൻ്റെ റിവ്യൂ പെറ്റീഷൻ ഫയൽ ചെയ്യാനും ഓർഡിനൻസ് ഉണ്ടാക്കാനും ഒക്കെ ഗവൺമെൻറ് തയ്യാറായിട്ടുണ്ട്. അതേപോലെ തന്നെ സംസ്ഥാന പാതയോരങ്ങളുടെ ഭാഗത്തു നിന്നുള്ള മദ്യഷോപ്പുകൾ മാറ്റണമെന്ന് വന്നപ്പോൾ അതിനെതിരെ DGP സെൻകുമാറിനെ തൽസ്ഥാനത്ത് വീണ്ടും അവരോധിക്കണമെന്ന് പറഞ്ഞ വിധി വന്ന സമയത്ത് അതിനെതിരെ റിവ്യൂ കൊടുക്കാനൊക്കെ, അപ്പോൾ അതിനൊക്കെയുള്ള ഓപ്ഷൻസ് കണ്ട ഇവിടുത്തെ സർക്കാർ വളരെ ധൃതി പിടിച്ചുകൊണ്ടാണ് ഈ ശബരിമല വിധിയെ ഇവിടുത്തെ വിശ്വാസികളുടെ യാതൊരു സെൻറ്റിമെൻസിനെയും കണക്കിലെടുക്കാതെ ധൃതി പിടിച്ച് നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പിറവം പള്ളിയുടെ കേസിൽ വന്ന വിധി ഏതാണ്ട് 1 വർഷം കഴിയാൻ പോകുന്നു. അതിൽ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഒരു നടപടി ഉണ്ടായിട്ടില്ലെന്ന് മാത്രമല്ല, കോർട്ടലക്ഷ്യത്തിന് കണ്ടംപ്റ്റ് ഓഫ് കോർട്ടിന് ഇപ്പം നടപടി സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടുത്തെ ഈ വിശ്വാസ സമൂഹത്തിനെ കണക്കിലെടുക്കാൻ, അവരുടെ വിശ്വാസത്തെ കണക്കിലെടുക്കാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് ഒന്നും ഉണ്ടായിട്ടില്ലെന്ന് മാത്രമല്ല, നമുക്കറിയാം ഭൂരിപക്ഷ സമൂഹത്തിൻ്റെ സപ്പോർട്ടോടുകൂടി, അല്ലെങ്കിൽ ഈ അത്തരത്തിൽ അധികാരത്തിൽ വന്ന ഒരു ഗവൺമെൻറ് അവരുടെ സെൻറ്റിമെൻസിനെ കണക്കിലെടുക്കണം. അപ്പോൾ അവരുടെ വികാരം ഇതാണ് എന്ന് സുപ്രീം കോടതിയെ ധരിപ്പിക്കാനെങ്കിലും ഇവിടുത്തെ സർക്കാർ തയ്യാറാകണം. കാലങ്ങളായി നിലനിന്ന് വരുന്ന ഒരാചാരത്തെ ഒരു കോടതി വിധിയുടെ ബലത്തിൽ തകർക്കാനൊന്നും പറ്റുകയില്ല. കാരണം ആചാരവും വിശ്വാസവുമൊക്കെ മനുഷ്യൻ്റെ മനസ്സിലാണ്. അതിനെ ബുദ്ധി കൊണ്ടോ ഒരു കോടതി വിധി കൊണ്ടോ അല്ലെങ്കിൽ ബലപ്രയോഗം കൊണ്ടോ മാറ്റിമറിക്കാനൊന്നും സാധ്യമല്ല. ഇവിടെ ഇപ്പോൾ അയ്യപ്പൻ എന്ന് പറഞ്ഞാൽ, അയ്യപ്പൻ്റെ വിശ്വാസികൾ, അയ്യപ്പ ഭക്തർ ലോകം മുഴുവനുണ്ട്. കോടിക്കണക്കിന് ഭക്തരുണ്ട്. അവരെല്ലാവരും തന്നെ വിശ്വസിക്കുന്നത് യുവതികൾ ശബരിമലയിൽ പോകരുത്, യുവതികൾ പ്രവേശിച്ചാൽ അയ്യപ്പൻ്റെ ചൈതന്യത്തിന് കോട്ടം വരുമെന്നാണ്. അപ്പോൾ ആ വിശ്വാസികളുടെ വിശ്വാസത്തെ കണക്കിലെടുത്തുകൊണ്ട് അതിന് അനുകൂലമായ രീതിയിൽ വേണമായിരുന്നു സർക്കാർ പ്രവർത്തിക്കാൻ.